നാരീശക്തി ബില്ലിന് പിന്നിൽ മണ്ഡല പുനർനിർണയമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. പുതിയ മണ്ഡലം പുനർനിർണയ നിർദ്ദേശം ജനാധിപത്യ വിരുദ്ധവും അങ്ങേയറ്റം അപകടകരമാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ജനസംഖ്യാ കണക്കെടുപ്പും ജാതി സെൻസസും പൂർത്തിയാകും മുമ്പ് ബില്ല് പാസാക്കാനുള്ള തിരക്കിട്ട നീക്കം ദുരൂഹമാണെന്നും ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സോണിയ വിമർശിച്ചു. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, വലിയ വിഷയമാവുകയാണ് ഈ സംഗതി. അതിനകത്ത് സോണിയാഗാന്ധിയെ പോലെ വളരെ മുതിർന്ന പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ് ലേഖനം എഴുതിയിരിക്കുന്നു. എന്താണ് അതിനകത്ത് വിശദമായിട്ട് പറയുന്നത്? സനീഷ്, ലോക്സഭയിലെയും നിയമസഭയിലെയും സീറ്റുകൾ വർദ്ധിപ്പിച്ച് വനിതാ സംവരണ ബില്ലുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. 16-ാം തീയതി മുതൽ 3 ദിവസമായി പാർലമെന്റ് സമ്മേളിക്കുകയാണ്. ഏതായാലും ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ തന്നെ പിന്തുണ തേടിക്കൊണ്ട് പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. അതിനെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്ത് വന്നു. ഇപ്പോൾ സോണിയാഗാന്ധിയും സർക്കാരിനെതിരെ കടുത്ത വിമർശനവും ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി സോണിയാഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വനിതാ സംവരണ ബില്ലല്ല യഥാർത്ഥ വിഷയം, മറിച്ച് ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള നീക്കം നടക്കുന്നു, അതാണ് യഥാർത്ഥ വിഷയമെന്നാണ് ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സോണിയ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വനിതാ സംവരണ ബിൽ നേരത്തെ തന്നെ പാസ്സായതാണ്, 2023 തന്നെ പാസ്സായതാണ്. അന്ന് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാടൊക്കെ തന്നെ സോണിയാഗാന്ധി ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ബില്ലിനെതിരല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ബില്ല് നടപ്പാക്കണമെന്ന് വാദിച്ചവരാണ് കോൺഗ്രസ്. പക്ഷേ അതിനെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടിയത് സർക്കാരാണെന്ന വിമർശനം സോണിയാഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ തിടുക്കത്തിൽ എന്തിന് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് സോണിയാഗാന്ധി. കാരണം നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമൊക്കെ തന്നെ സ്ത്രീ വോട്ടർമാർ നിർണായകമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ന വിമർശനമാണ് സോണിയാഗാന്ധി ഉന്നയിക്കുന്നത്. രണ്ടാമതായി സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻസസ് നടപടികൾ വൈകിപ്പിക്കുന്നത്, ജാതി സെൻസസ് വൈകിപ്പിക്കാനുള്ള നീക്കമാണ്. ഇതിലൂടെ ബോധപൂർവ്വം സർക്കാർ ശ്രമിക്കുന്ന വിമർശനം സോണിയാഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. കാരണം 2027 ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രിക്ക് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നതാണ്. സുപ്രീം കോടതിയിലടക്കം സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരിന് പോകേണ്ടി വന്നത്. അപ്പോൾ ജാതി സെൻസസ് വൈകിപ്പിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. മാത്രവുമല്ല, നേരത്തെ കേരളമടക്കം തമിഴ്നാടടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പങ്കുവെക്കുന്ന ആശങ്കയും മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ സോണിയാഗാന്ധി ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനസംഖ്യ ഒക്കെ തന്നെ നിയന്ത്രണമൊക്കെ തന്നെ നല്ല രീതിയിൽ പാലിച്ച സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പുനർനിർണയം നടപ്പാക്കുമ്പോൾ അതിൻ്റെ കുറവ് സംഭവിക്കും, ക്ഷീണം സംഭവിക്കും എന്ന കാര്യം സോണിയാഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി തന്നെ തിടുക്കപ്പെട്ട് എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവരുന്നു, അതിൽ ദുരൂഹതയുണ്ട്. അത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം എന്ന് സോണിയാഗാന്ധി പറയുന്നുണ്ട്. കാരണം ഒരു തവണയല്ല 3 തവണ പ്രത്യേക യോഗം വിളിക്കണം, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. അതിന് ചെവി കൊടുത്തില്ല പ്രധാനമന്ത്രി. അങ്ങനെ ഒരു വൺമാൻഷിപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. മാത്രമല്ല, മൺസൂൺ സെഷൻ ഈ ജൂലൈ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അന്ന് വിശദമായി ചർച്ച ചെയ്താൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല എന്ന പ്രയോഗം കൂടി സോണിയാഗാന്ധി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബജറ്റ് സമ്മേളനം കഴിയുന്ന ഈ ഘട്ടത്തിൽ 3 ദിവസം പ്രത്യേക സമ്മേളനം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ആരോപണമാണ് ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. സനീഷ്. ശരി, നന്ദി രാഗേഷ്. വിവരങ്ങൾക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ലേഖനമാണ് ദി ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ സോണിയാഗാന്ധി എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് വരുന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിൻ്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് അത് എതിർക്കപ്പെടണം കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്ന് വിശദമാക്കുകയാണ് സോണിയാഗാന്ധി ആ ലേഖനത്തിൽ. നമുക്ക്